കാപട്യമില്ലാതെ, കുഫറില്ലാതെ, ശിർക്ക് കലരാതെ, ശുദ്ധമായ കറകളഞ്ഞ തൗഹീദിന്റെ ഉടമയായ നിലക്ക്, ഈമാനുള്ള മനുഷ്യനായ നിലക്ക് ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുകയും ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കാൻ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള അധ്വാനവും പ്രവർത്തനങ്ങളും എന്താണെങ്കിൽ അത് തന്നെ ചെയ്യുകയും ചെയ്താൽ ഫഉലൈക കാന സഅയ്ഹും മഷ്കൂറാ, അത്തരത്തിലുള്ള ആളുകളുടെ അധ്വാനം അല്ലാഹു നന്ദിയോടുകൂടി സ്വീകരിക്കപ്പെടുന്നതാകുന്നു. അതല്ലെങ്കിൽ എത്ര അധ്വാനിച്ചിട്ട് എന്താണ്? ആഖിറത്തിലെത്തുമ്പോൾ എത്രയെത്ര ക്ഷീണിച്ച് തളർന്ന മുഖങ്ങളാണ്. ഉജൂഹു യൗമഇദിൻ ഖാശിയ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. അതാ ആഖിറത്തിൽ എത്തി നോക്കുമ്പോ എത്രയോ പേടിച്ചരണ്ട മുഖങ്ങളെ നീ കാണുന്നു. ഉജൂഹു യൗമഇദിൻ ഖാശിയ, പേടിച്ചരണ്ട മുഖങ്ങൾ. ആമിലത്തുൻ, നന്നായി പ്രവർത്തിച്ച മുഖങ്ങളാണ്. നാസിബ, ക്ഷീണിച്ച് തളർന്ന് അധ്വാനിച്ച് തളർന്ന മുഖങ്ങളാണ്. പക്ഷേ തസ്ലാ നാറൻ ഹാമിയ, അത്യുഷ്ടമുള്ള നരകത്തിലല്ലേ അത് പ്രവേശിക്കുന്നത്, കടന്നെരിയുന്നത്. എന്തേ കാരണമെന്നല്ലേ അല്ലാഹു അതാ പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ കഹ്ഫിലൂടെ മുന്നറിയിപ്പ് പറഞ്ഞുപോയി. ഖുൽ, നബിയേ ചോദിക്കൂ നബിയേ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ, അമലുകൾ ചെയ്തിട്ട് പൊളിഞ്ഞുപോയവർ, അമല് ചെയ്യാഞ്ഞിട്ടല്ല, അമല് ചെയ്തിട്ട് തന്നെ, അമലുകൾ കാരണമായി തന്നെ പരാജയപ്പെട്ട കക്ഷികളെ സംബന്ധിച്ച് അറിയിച്ചു തരട്ടെയോ? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ അല്ലദീന ضل സഅയ്ഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അല്ലദീന, അവർ ഏത് കൂട്ടരാണെന്നോ, ضل സഅയ്ഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, ഐഹിക ജീവിതത്തിൽ വെച്ചല്ലേ ആഖിറത്തിന് വേണ്ട അമൽ ചെയ്യേണ്ടത്. പക്ഷേ ഒരുപാട് അവർ ചെയ്തു പോയി. പക്ഷേ ضل സഅയ്ഹും, അവരുടെ അധ്വാനം റൂട്ട് തെറ്റിപ്പോയല്ലോ. ضل സഅയ്ഹും, അവരുടെ അധ്വാനമൊക്കെ പിഴച്ചുപോയല്ലോ. അങ്ങനെ റൂട്ട് തെറ്റിയപ്പോഴും അവർക്ക് മനസ്സിലായില്ല, തെറ്റിപ്പോയല്ലോ. അങ്ങനെ തെറ്റിയാലല്ലേ മടങ്ങുക, തെറ്റി എന്ന ബോധമുണ്ടെങ്കിലല്ലേ മടങ്ങുക. ഞാൻ പിഴവിലാണെന്ന് മനസ്സിലായാലല്ലേ. റൂട്ട് തെറ്റി വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് എന്റെ വഴി, ഞാൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്ന റൂട്ടിലല്ല ഇപ്പോൾ ഓടിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായാലല്ലേ ഡ്രൈവർ തിരിച്ചു പോരൂ. പക്ഷേ ഈ ഡ്രൈവർക്ക് അത് തിരിഞ്ഞിട്ടില്ല. അയാൾ ഇപ്പോഴും ധരിച്ചിട്ടുള്ളത് എന്താണെന്നോ, വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ തന്നെയാ ചെയ്യുന്നത് എന്ന നിലക്ക് അങ്ങനെ വഴിപിഴച്ചു പോയ കക്ഷികളുണ്ട്. ആ നിലക്ക് കാഫിറായി പോയ ആളുകളുണ്ട് എന്ന ആശയം വരുന്ന ആയത്താണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ തെറ്റായ റൂട്ടിലൂടെ പോകുന്ന ഒരു മനുഷ്യൻ അത് തിരിഞ്ഞിട്ടില്ലെങ്കിലുള്ള കുഴപ്പം, വമ്പിച്ച അപരാധവും അബദ്ധവുമാണ് അവന് സംഭവിക്കുന്നത്.